നിജ പറഞ്ഞ അത്ര കറക്റ്റാണ്. പക്ഷേ ഇപ്പൊ താഴെ പൊന്നൂസച്ചൻ പറഞ്ഞിരിക്കുന്ന മാതിരി നമുക്ക് എന്തെങ്കിലും ഒരു സംഘടന പോലെ രൂപീകരിച്ച് ആരെങ്കിലും കുറെ ആൾക്കാർ അതിന് മുന്നിട്ടിറങ്ങി നേതൃത്വം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. നമ്മൾ ഈ വാട്സാപ്പിൽ മാത്രം ഇരുന്നു പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല. കാരണം അവർക്ക് വേണ്ടുന്ന എല്ലാ ആർജവും അല്ലെങ്കിൽ സപ്പോർട്ടും നമ്മൾ കൊടുത്തുകൊണ്ട് വേണം ഈ അന്ത്യോക്യ സിംഹാസനത്തെ സംരക്ഷിക്കാൻ. പല ആൾക്കാരും തെറ്റിദ്ധാരണകൾ പുറത്താണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും കണ്ണു തുറക്കില്ല. കാരണം വെച്ചാൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് നമ്മുടെ മെത്രാപ്പൊലീത്തമാർ 3 പേരും മുന്നിട്ടിറങ്ങണം. അവരിതിന് നേതൃത്വം തന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ പ്രതാപള്ളി അല്ലെങ്കിൽ യാക്കോക്കാരുടെ വിശ്വാസം എങ്ങും പോയില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ധീരതയോടെ അവരെ നയിക്കാനായിട്ടൊരു നേതൃത്വം ഉണ്ടായിരുന്നു. നമുക്കങ്ങനെ ഒരു നേതൃത്വം ഇല്ല. എല്ലാവരും വളവള അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മുടെ മെത്രാപ്പൊലീത്തമാരെ തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വേറെ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേറെ പള്ളിയിലൊക്കെ പോക്ക് നടക്കത്തില്ല. കാരണം നമ്മുടെയൊക്കെ പിതാക്കന്മാർ കിടക്കുന്ന സെയിം പള്ളിയിലെ സെയിം ആൾക്കാരെ ഇവരുമായിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. എന്നാൽ ഈ ജനത്തിൻ്റെ കണ്ണ് തുറക്കുമോ അതുമില്ല. ഇദ്ദേഹത്തിൻ്റെ കള്ളത്തരം പൊളിക്കാൻ ആർക്കും പറ്റത്തുമില്ല. പലരും പറയുന്നുണ്ട് അവരുടെ ക്ലിപ്പുണ്ട്, ഇവരുടെ ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പുള്ളവരൊക്കെ ഇട്ട് കൊടുക്കുന്ന എങ്കിലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പ്രവർത്തികമാക്കണം. ആ വിശ്വാസത്തെ ഉറച്ചു നിൽക്കാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരണം. കാര്യം പ്രവർത്തിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയാവുന്നവരോടെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഈ ചെവിക്കൂടെ കേട്ട് ആ ചെവിക്കൂടെ ഇറക്കി വിടുക. പിന്നെ നമ്മളിപ്പോൾ എന്നാ പറയാനാ? അപ്പം ജനത്തിൻ്റെ ഉള്ളിലെ സത്യവിശ്വാസത്തെക്കുറിച്ചൊരു ബോധമില്ല. ആ ബോധം നമ്മൾ വരുത്തണം. അതിനാര് വരുത്തും? ഇതുവരെയുള്ള അച്ഛന്മാർക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടല്ല ഇങ്ങനെ ഈ ഗതികേടിലേക്ക് നമ്മൾ കടന്ന് വലയുന്നത്. അതുകൊണ്ട് പുന്നൂസച്ചൻ്റെ അഡ്വൈസ് വളരെ പ്രയോജനകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരുടെയൊക്കെ ഈ രോദനം കേട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്നു ഇവർ ഭയങ്കരമായിട്ട് അന്ത്യോക്യ സംരക്ഷിക്കുക, അന്ത്യോക്യ സംരക്ഷണം. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യോക്യ സംരക്ഷണമൊന്നും അല്ലല്ലോ. ഇത് 3 സഹായ മെത്രാന്മാർക്ക് അവർക്ക് സമുദായ മെത്രാപ്പോലീത്ത ജ്ഞാനായ സമുദായത്തിൻ്റെ മെത്രാപ്പോലീത്താക്കി സമന്മാരായി ജ്ഞാനായ സമുദായത്തെ 4ആയിട്ട് വിഘടിച്ചു കൊണ്ടുപോകണം. അതിന് എതിരായിട്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ മെത്രാപ്പോലീത്തായി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അത് തകർക്കാൻ വേണ്ടി അന്ത്യോക്യ സിംഹാസനത്തെ കൂട്ടുപിടിച്ച് അന്ത്യോക്യ സിംഹാസനത്തിന് കൈക്കൂലി കൊടുത്ത് സമുദായത്തിൻ്റെ ഭരണഘടനയ്ക്കും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും കാനോൻ നിയമങ്ങൾക്കും എല്ലാം വിരുദ്ധമായിട്ട് പാത്രികീസിനെ കൊണ്ട് കൽപ്പന ഇറക്കി ജ്ഞാനായ സമുദായത്തെ നശിപ്പിക്കാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കും? ഇതല്ലേ നിങ്ങളുടെ പിന്നെ യഥാർത്ഥ ഉദ്ദേശം? ഈ സഹായമെത്രാന്മാരുടെ അധികാരാവകാശം അല്ലാതെ അന്ത്യോക്യ സിംഹാസനവുമായിട്ട് വല്ല ഇതാണോ? അന്ത്യോക്യയിലിരിക്കുന്ന പാത്രികീസിന് നിങ്ങൾ പൈസയും കൊടുത്ത് അദ്ദേഹത്തിന് അധികാരം തരാം, ജ്ഞാനായ സമുദായം നിങ്ങൾക്ക് തീരെഴുതരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മോഹിപ്പിച്ച് നിങ്ങൾ പറയുന്ന പോലെ കൽപ്പന ഇറക്കുന്ന ഒരു പാത്രികീസിനെയല്ലേ നിങ്ങളവിടെ അദ്ദേഹത്തിനെ സംരക്ഷിക്കുമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ലാതെ അന്ത്യോക്യ സിംഹാസനവുമായുള്ള ബന്ധം നിങ്ങൾ നശിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ജ്ഞാനായ സമുദായത്തെ അതിൽ നിന്ന് വെട്ടിമുറിക്കാൻ നോക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? ജനങ്ങളെ ഇന്ത്യമാരായി ജീവിക്കുന്ന ജനങ്ങളെ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഇങ്ങനത്തെ നിങ്ങളുടെ ഉടായ്പ പരിപാടി കൊണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ജ്ഞാനായ സമുദായത്തിൽ ലോകത്തൊരിടത്തും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് വന്നു കഴിഞ്ഞാൽ സഹായ മെത്രാന്മാർക്ക് വേണ്ട അധികാരാവകാശങ്ങളൊക്കെ ജ്ഞാന അസോസിയേഷൻ കൊടുക്കും. ഈ പിൻവാതിലിൽ കൂടെ വന്ന് ഉടായ്പ കാണിച്ച് കാര്യങ്ങൾ നേടാമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും ജ്ഞാനായ സമുദായത്തിൽ വില പോകത്തില്ല എന്ന് ഈ ഭടന്മാരും ഭടത്തിമാരും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്.